ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമുക്കൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ഉദാഹരണം ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഷീ ഹാസ് വന്നത്? ഷീ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വന്നു അല്ലേ. പിന്നീട് എന്താ വന്നത്? V3. കുക്കിന്റെ V3 ഏതാണ്? കുക്ക്ഡ്. പിന്നെ ഒബ്ജക്റ്റ് ബിരിയാണി അല്ലേ. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത്? ഹാസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക അല്ലേ. ഹാസിനോട് കൂടി നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്. ഷീ ഹാസ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. ഈ ഹാസ് നോട്ടിനെ നമ്മൾ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ടാണ് ഹാസിൻ്റെ എന്ന് എഴുതിയത് അല്ലേ. ഷീ ഹാസിൻറ്റ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഷീ ഹാസിൻറ്റ് കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. എങ്ങനെയാണ്? ഹാസിന്റെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ഹാസിന്റെ ഷീ കുക്ക്ഡ് ബിരിയാണി. ഹാസിന്റെ ഷീ കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഹാസിന്റെ അപ്പുറത്ത് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിൽ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെക്കുമ്പോൾ വൈ ഹാസൻ ഷീ കുക്ക്ഡ് ബിരിയാണി. വൈ ഹാസൻ ഷീ കുക്ക്ഡ് ബിരിയാണി. എന്തുകൊണ്ട് അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായി മാറി. എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നോക്കൂ, പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. യു ഹാവ് കുക്ക്ഡ് ബിരിയാണി. യു ഹാവ് കുക്ക്ഡ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ഹാവിനോട് കൂടി നോട്ട് ചേർക്കുക അല്ലേ. യു ഹാവ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഹാവ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ ഹാവിൻ്റെ എന്ന് എഴുതിയിട്ടുള്ളത് അല്ലേ. യു ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി. യു ഹാവ് കുക്ക്ഡ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. യു ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. പിന്നീട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാവിൻ്റെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാവിൻ്റെ യു കുക്ക്ഡ് ബിരിയാണി. ഹാവിൻ്റെ യു കുക്ക്ഡ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ. നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയില്ലേ. പിന്നീട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ഈ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഈ ഹാവിൻ്റെ കുക്ക്ഡ് ബിരിയാണി എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ മുമ്പ് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. ഇവിടെ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുമ്പോൾ വൈ ഹാവിൻ്റെ കുക്ക്ഡ് ബിരിയാണി. എന്തുകൊണ്ട് നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. വൈ ഹാവിൻ്റെ കുക്ക്ഡ് ബിരിയാണി. എന്തുകൊണ്ട് നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്